കോട്ടയത്തേക്ക് കുറിച്ചിയിൽ കനത്ത മഴയിൽ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണുവെന്ന് വാർത്ത വരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രി ഏകദേശം 9:30 കൂടിയാണ് ഈ സംഭവം നടന്നത്. കുറിച്ചി പുത്തൻ കോളനിയിലാണ് ഞാനുള്ളത്. അവിടെ ഷാജി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ് ഇന്നലെ രാത്രിയിൽ ഇടിഞ്ഞു വീണത്. അടുക്കളയും അതോടൊപ്പം തന്നെ ഒരു മുറിയും പൂർണ്ണമായും ഇടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഏകദേശം 6 പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അവരൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ നിന്നും പോയതാണ്. 6 പേർ താമസിക്കുന്ന ഒരു വീടായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാത്രി സമയമായിരുന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ട് മഴ പെയ്തിരുന്നു. ആ മഴയിൽ വീടിന്റെ പല ഭാഗങ്ങളും കുതിർന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, അതും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഷാജി, ഈ ഉടമസ്ഥൻ തന്നെ, ഇവിടുത്തെ വീട്ടുകാരൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? നിങ്ങളൊക്കെ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? സമയത്തില്ല, നമ്മുടെ ബന്ധുവിൻ്റെ ചടങ്ങിന് പോയിരിക്കുകയായിരുന്നു. വൈകുന്നേരം പോയത്. അപ്പം അതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പോയിട്ട് രാത്രി പരിസരവാസികൾ നമ്മളെ വിളിച്ച് നമ്മൾ വന്നപ്പം മൊത്തം തകർന്ന് നടക്കുകയാണ്. നമ്മുടെ പ്രായം അച്ഛനും അമ്മയുണ്ട്. നമ്മളെ 10-90 വയസ്സ് മേലുള്ള രണ്ടുപേരും രോഗികളെ കിടപ്പാണ്. അവരെ ബന്ധുവിട്ട് അതുകൊണ്ട് നമ്മൾ ഓട്ടോയെ പിടിച്ചോ കൊണ്ടുപോയത്. അപ്പോൾ പോയിട്ട് വന്ന കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. വന്നപ്പോൾ ഇതാണ്. ഇപ്പം രാത്രി തന്നെ അവരെ വേറെ വീട്ടിലോട്ട് നമ്മൾ മാറ്റി. ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. ശക്തമായ മഴയാണ്. അപ്പം 10-50 വർഷം പഴക്കമുള്ള വീട്. നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്ത് അധികാരികളെല്ലാം നമ്മൾ അപേക്ഷ വയ്ക്കുകയും ലൈഫിലുണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ വർഷങ്ങളായി നമുക്ക് ഇതുവരെ ഒരു ഇതും അല്ല, നമ്മളെ കെട്ടിടത്തിൻ്റെ ഇതിന് വേണ്ടി പണിക്കുകയും. ചേട്ടാ, ഇവിടെ ഈ ശക്തമായിട്ട് മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? നല്ല മഴയായിരുന്നു ഇവിടെ. എന്തായാലും ആ വീട്ടിൽ ആളുകൾ ആ സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ മരം വീണും മറ്റുമാണ് വീടുകൾക്ക് കേടുപാടുണ്ടായിരുന്നത്. അങ്ങനെ നിരവധി കേസുകൾ, ഏകദേശം 100ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ വീട് തകരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വീടിൻ്റെ ഭിത്തികൾ ഇടിയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു. മഴ ഇനിയും തുടരുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ രാത്രിയിൽ വന്ന ഒരു അറിയിപ്പ് പ്രകാരം കിഴക്കൻ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം അവിടെ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ തലനാട്, തീക്കോയി, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, മുണ്ടക്കയം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ആ വെള്ളം കുത്തിയൊലിച്ച് ആറുകളിലൂടെ, മീനച്ചിലാറ്റിലൂടെയും മണിമലയാറ്റിലൂടെയും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വരും. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴയുടെ ശക്തി കുറയാതെ നിൽക്കുന്നത് വലിയൊരു ആശങ്കയായിട്ട് കോട്ടയം ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഈ ശക്തമായിട്ടുള്ള കാറ്റിലാണ്. അതോടൊപ്പം തന്നെയാണ് മഴയും തുടരുന്നത്. എന്തായാലും കടുത്ത ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എസ് കെ.